ബി എൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സലിൽ ആംബ്രസെൻറ്റ് എന്ന ഒരു ചിഹ്നത്തിൻ്റെ ഉപയോഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സലിനകത്ത് എന്തെങ്കിലും കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇക്വേഷൻസ് എഴുതാറുണ്ട്. ഈ ഇക്വേഷനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സിമ്പലാണ് ആംബ്രസെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഈ ചിഹ്നം ഇവിടെ ടൈപ്പ് ചെയ്യാം. എല്ലാവരും ആൻഡ് എന്ന് വിളിക്കുന്ന ചിഹ്നമാണ് ആക്ച്വലി നമ്മൾ ആംബ്രസെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ പേര് ആംബ്രസെൻറ്റ് എന്നാണ്. പല ആൾക്കാരും ഇതിനെ ആൻഡ് സിമ്പൽ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് നെയിം എന്ന് പറയുന്നത് ആംബ്രസെൻ്റ് ആണ്. ഓക്കെ, എൻ്റെ സ്പെല്ലിംഗ് തന്നെ ശ്രദ്ധിക്കുക, AMBRASCENT. ഓക്കെ, ആംബ്രസെൻറ്റ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സലിനകത്ത് ആംബ്രസെൻറ്റിൻ്റെ റോളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ഞാനിവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എക്സൽ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, മെയിനായിട്ടും ഈ ആംബ്രസെൻറ്റിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കൺകാറ്റിനേഷൻ, അതായത് ജോയിനിങ് ആണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രണ്ട് സെല്ലുകളിലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സെല്ലുകളിലോ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന വാല്യൂസ് നമുക്ക് ചിലപ്പോൾ ഒരു സെല്ലിലേക്ക് ചിലപ്പോൾ മാറ്റേണ്ടി വരും. ഇതാണ് ആംബ്രസെൻറ്റിൻ്റെ ഒന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഉപയോഗം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മളിപ്പോൾ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ വല്ല ക്യാരക്ടേഴ്സൊക്കെ ആ റിസൾട്ടിൻ്റെ കൂടെ നമുക്ക് ചേർക്കുക, അതിനുമൊക്കെ നമുക്ക് ആംബ്രസെൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ആക്ച്വലി കൂടെ എന്ന് പറയുന്ന ഒരു മലയാളം വാക്കാണ് ആക്ച്വലി ആംബ്രസെൻറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത്. ഓക്കെ, അതായത് റിസൾട്ടിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു ചിഹ്നങ്ങൾ ഡിസ്പ്ലേ ചെയ്യിക്കുക. എന്തായാലും ഞാൻ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് നെയിം എന്ന് ടൈപ്പ് ചെയ്തു, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, കുറച്ച് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അരുണ്, അതുപോലെ തന്നെ ജെയിംസ്, അതുപോലെ തന്നെ മോഹൻ, അതുപോലെ തന്നെ സിതാര എന്നിങ്ങനെ ടൈപ്പ് ചെയ്തു. അവരുടെ തന്നെ ലാസ്റ്റ് നെയിം, അതായത് അരുൺ കുമാർ, അതുപോലെ തന്നെ ജെയിംസ് എന്നുള്ളതിൻ്റെ ജെയിംസ് സ്മിത്ത്, അതുപോലെ തന്നെ മോഹൻ കെ, അതുപോലെ തന്നെ സിതാര എന്ന് പറയുന്ന ആളുടെ ഇനീഷ്യൽ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു CP. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്കിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സെല്ലിനകത്ത് ടൈപ്പ് ചെയ്തിരിക്കുന്ന, അതായത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നമുക്കൊന്ന് കമ്പൈൻ ചെയ്യണം, അതായത് ജോയിൻ ചെയ്യണം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തൊട്ടടുത്ത സെല്ലിൽ, അതായത് C1 ഫുൾ നെയിം എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്യുന്നത്? A2 അരുണും കുമാർ എന്നുള്ള B2 പേരുമാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതുക = എന്ന് എഴുതുക, = അതിനുശേഷം അരുൺ എന്നുള്ള പേര് എവിടെയാണ് നോക്കുക, A2. അപ്പോൾ A2 എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു സ്പേസ് ഇട്ടതിന് ശേഷം നമ്മളുടെ ആംബ്രസെൻറ്റ് ചിഹ്നം യൂസ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ചെയ്തിരിക്കുന്നതിൻ്റെ മീനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് A2ൻ്റെ കൂടെ, ഓക്കെ, A2നകത്ത് എന്താ ഉള്ളത്, അരുണിൻ്റെ കൂടെ എന്തും കൂടി വരണം, കുമാറും കൂടി വരണം, B2നകത്തുള്ള വാല്യൂയും കൂടി വരണം. ഓക്കെ, ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മളിത് ജോയിൻ ചെയ്യുന്നത്. എൻ്റർ അടിച്ച് നോക്കിയേ, കണ്ടോ, അരുൺ കുമാർ എന്ന് വന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമില്ലേ, എന്താണ്, അരുണിൻ്റെയും കുമാറിൻ്റെയും ഇടയ്ക്ക് നമുക്ക് സ്പേസ് വരുന്നില്ല. അപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ അരുൺ കുമാർ എന്നുള്ള ഈ സെല്ലിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കീബോർഡിൽ F2 അമർത്തുന്നു. ഓക്കെ, F2 എന്ന് പറഞ്ഞാൽ എഡിറ്റ് സെല്ലാണ്. ഓക്കെ, എഡിറ്റ് സെല്ല് വന്നു F2, അല്ലെങ്കിൽ നമ്മൾ അതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, അതിനുശേഷം ആൻഡ് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്പേസ് ഇടുക, എന്നിട്ട് ഒരു ഡബിൾ കോഡ്സിനകത്ത് നമ്മൾ വീണ്ടും ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A2, അതായത് അരുൺ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ സ്പേസ് വരും, പിന്നെ അതിൻ്റെ കൂടെ B2. ഓക്കെ, എൻ്റർ അടിച്ച് നോക്കിയേ, കണ്ടോ, ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ ആ ഡബിൾ കോഡ്സിനകത്ത് നമുക്ക് ഒരു എക്സാമ്പിൾ, ഒരു ഐഫൺ ആണ് ഇടുന്നതെങ്കിൽ അരുൺ കുമാർ എന്നായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായില്ലേ ഇത്? അപ്പോൾ ആംബ്രസെൻറ്റിൻ്റെ രണ്ട് വശത്തായിട്ട് നമ്മൾ സ്പേസ് ഇടണം, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്നത് കറക്റ്റായിരിക്കണം. = ആദ്യത്തെ സെൽ അഡ്രസ്സ്, സ്പേസ്, ആൻഡ്, പിന്നെ ഒരു ഡബിൾ കോഡ്സിനകത്ത് വീണ്ടും ഒരു സ്പേസ്, പിന്നെ ഒരു ആൻഡ്, പിന്നെ ഒരു സ്പേസ്, പിന്നെ B2. ഇത് ഈ രീതിയിൽ തന്നെ നമ്മൾ എഴുതി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. ആൻഡ് ചിഹ്നം നമ്മൾ ഇടുമ്പോൾ ആൻഡിൻ്റെ ഇരുവശത്തായിട്ട് സ്പേസ് നിർബന്ധമാണ്. ഓക്കെ,
ആ രീതിയിൽ നമ്മൾ എഴുതി പോവുക. അപ്പോഴേ നമുക്ക് ഇക്വേഷൻ കറക്റ്റായിട്ടൊരു കറക്റ്റ് ഫോർമാറ്റിൽ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി താഴോട്ടേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഡ്രാഗ് ചെയ്യുക. കണ്ടോ, ജെയിംസ് സ്മിത്ത്, മോഹൻ കെ, സിതാര CP എന്നിങ്ങനെ വന്നു. ഈ ചെയ്ത കാര്യം നമുക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയിലും എക്സലിനകത്ത് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് അരുൺ എന്നുള്ള ഒരു സെല്ലിൽ എഴുതിയിരിക്കുന്ന ഒരു പേരും കുമാർ എന്ന് എഴുതിയിരിക്കുന്ന മറ്റൊരു സെല്ലിൽ എഴുതിയിരിക്കുന്ന പേരും നമുക്ക് ജോയിൻ ചെയ്തിട്ട് പുതിയൊരു സെല്ലിലേക്ക്, ഇപ്പോൾ നമ്മൾ ആംബ്രസെൻ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇത് നമുക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കൺകാറ്റിനേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും എക്സലിനകത്ത് അവൈലബിൾ ആണ്. കൺകാറ്റിനേറ്റ് അതുകൂടി ഞാനൊരു ഈ അവസരത്തിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് == എന്ന് എഴുതുക. അതിനുശേഷം നമ്മൾ കൺകാറ്റിനേറ്റ് എന്ന് കൊടുക്കുക. കൺകാറ്റിനേറ്റ് ഉണ്ടോ, അതിൻ്റെ മീനിങ് അവിടെ ടൂൾ ടിപ്പ് ബോക്സിനകത്ത് എഴുതി വന്നിട്ടുണ്ട്. ജോയിൻ സെവറൽ ടെക്സ്റ്റ് സ്ട്രിങ്സ് ഇൻറ്റു വൺ ടെക്സ്റ്റ് സ്ട്രിങ്. അതായത് ഒന്നിൽ കൂടുതൽ സ്ട്രിങ്ങുകളെ നമുക്ക് ഒറ്റ സ്ട്രിങ് ആക്കുക. ഒന്നിൽ കൂടുതൽ സെല്ലിനകത്ത് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന വാല്യൂസ് നമുക്ക് ഒരു സെല്ലിനകത്തേക്ക് കൊണ്ടുവരിക. അതാണ് കൺകാറ്റിനേറ്റിൻ്റെ ഉപയോഗം. ആക്ച്വലി ഇതെന്താണ്, ഇതൊരു ഫംഗ്ഷനാണ്. ഓക്കെ, കൺകാറ്റിനേറ്റ് അത് == കൺ എന്നടിക്കുമ്പോൾ തന്നെ വരും. CON അടിക്കുമ്പോൾ തന്നെ ഈ ലിസ്റ്റിനകത്ത് അത് വരുന്നതായിട്ട് കാണാം. അവിടെ തന്നെയാണ് സെലക്ട് ചെയ്തതെങ്കിൽ കീബോർഡിനകത്ത് ടാബ് അടിക്കുക. ഇനി അവിടെയല്ല നമ്മൾ സെലക്ഷൻ വരുന്നതെങ്കിൽ നമ്മൾ കീബോർഡിനകത്ത് ആരോ മാർക്കുകൾ യൂസ് ചെയ്തിട്ട് കൺകാറ്റിനേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടാബ് അടിക്കുക. ഓക്കെ, നമുക്കിവിടെ വേണ്ടത് ആദ്യം അരുൺ എന്നുള്ള പേരാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അരുൺ എന്നുള്ളത് A2-ലാണുള്ളത്. A2 എന്ന് കൊടുക്കുക. ദെൻ കോമ ഇടുക. അതിനുശേഷം നമ്മൾ ഡബിൾ കോട്ട്സിനകത്ത് എന്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്താ വരേണ്ടത്, സ്പേസ് വരണം. ആദ്യം അരുൺ വരണം, പിന്നെ സ്പേസ് വരണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. ഈ ഡബിൾ കോട്ട്സ് വെറുതെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ പോരാ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് കൂടി ഇടണം. ഓക്കെ, എന്നിട്ട് വീണ്ടും കോമ ഇടുക. ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് B2 എഴുതുക. B2 എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. കണ്ടോ, അരുൺ കുമാർ ഈ രീതിയിൽ വരും. ഇനി അരുൺ -കുമാർ എന്നാണ് വേണ്ടതെങ്കിൽ ഇതിനകത്ത് ഡബിൾ കോട്ട്സിൽ നമ്മൾ ഐഫൺ ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, അരുൺ -കുമാർ എന്നായി. അപ്പോൾ നമ്മൾ ആംബ്രസെൻ്റ് യൂസ് ചെയ്യുന്ന ജോലി നമുക്ക് കൺകാറ്റിനേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചു എക്സലിനകത്ത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ രണ്ടും എഴുതുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, മറ്റേതിൽ ആംബ്രസെൻ്റ് ഡയറക്റ്റായിട്ട് സെല്ലിൻ്റെ കൂടെ നമ്മൾ എഴുതി പോകുന്നു. ഇതാകുമ്പോൾ കൺകാറ്റിനേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ എഴുതി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ വേറൊരു എക്സാമ്പിളും കൂടി ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡമ്മി ഇമെയിൽ അഡ്രസ്സുകൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രഞ്ജിത്ത്, അതുപോലെ തന്നെ അടുത്ത പേര് തനിഷ്ക, അടുത്തത് സന്ധ്യ, അടുത്തത് വിദ്യ, അടുത്തത് രമ്യ, ഇങ്ങനെ ടൈപ്പ് ചെയ്തു. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഇമെയിൽ ID. ഓക്കെ, ഞാൻ ആംബ്രസെൻറ്റിൻ്റെ ഒരു യൂസേജ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നേ ഉള്ളൂ. കറക്റ്റായിട്ട് ഇവരുടെ ഇമെയിൽ ID എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യാണ് വേണ്ടത് എക്സലിനകത്ത്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. എനിക്ക് വേണ്ടത് രഞ്ജിത്ത് എന്നുള്ള പേര് സ്മോൾ ലെറ്ററിൽ വരണം. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു @gmail.com എന്ന് വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ആംബ്രസെൻ്റൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം == ടൈപ്പ് ചെയ്യുന്നു. രഞ്ജിത്ത് എന്നുള്ള പേര് A2-നകത്താണുള്ളത്. പക്ഷേ A2 അതേപോലെ എഴുതി കഴിഞ്ഞാൽ ഈ പേര് അതേപോലെയല്ലേ വരിക. പക്ഷേ എനിക്ക് ഈ പേരിനെ സ്മോൾ ലെറ്റർ ആക്കിയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോവർ ബ്രാക്കറ്റിൽ A2 എന്ന് എഴുതണം. ഓക്കെ, ലോവർ എന്ന് പറയുന്നത് എക്സലിനകത്തുള്ള ഒരു ഫംഗ്ഷനാണ്. നമ്മളൊരു പേരിനെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനെ, ഒരു സ്ട്രിങ്ങിനെ ചെറിയ അക്ഷരമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സൽ എന്ത് ചെയ്യും, A2-നകത്തുള്ള രഞ്ജിത്ത് എന്നുള്ള പേരിനെ എന്താക്കുന്നു, ലോവർ കേസിലേക്ക് മാറ്റുന്നു. അതായത് സ്മോൾ ലെറ്റർ ആക്കി മാറ്റും. അതിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ എന്തിടുക, അതിൻ്റെ കൂടെ എന്ത് വരണം, @gmail.com എന്നും കൂടി വരണം. കണ്ടോ, അത് ഡബിൾ കോട്ട്സിനകത്ത് എഴുതി കൊടുക്കുക. എൻ്റർ അടിച്ച് നോക്കിയേ. കണ്ടോ, രഞ്ജിത്ത് @gmail.com, താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ തനിഷ്ക @gmail.com, സന്ധ്യ @gmail.com. കണ്ടോ, അപ്പോൾ എക്സൽ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യം രഞ്ജിത്ത് എന്നുള്ള പേരിനെ ഒന്ന് ലോവറാക്കി മാറ്റുന്നു. അതിൻ്റെ കൂടെ കണ്ടോ, ഈ കൂടെ എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിനകത്ത് കൂടെ എന്ന് പറയുമ്പോൾ എക്സലിനകത്തുള്ള ആംബ്രസെൻ്റ് ആണ്. അതിൻ്റെ കൂടെ ഓക്കെ @gmail.com എന്നും കൂടി വരണം. അത് നമ്മൾ ഡബിൾ കോട്ട്സിനകത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്ട്രാ എന്താണോ ചേർക്കുന്നത് അത് നമ്മൾ ഡബിൾ കോട്ട്സിനകത്ത് എഴുതിയിരിക്കണം.
ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും കാൽക്കുലേഷനകത്ത് ഈ ആംബ്രസെൻറ്റിൻ്റെ ഉപയോഗം വല്ലതും ഉണ്ടോ നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാനിവിടെ ഒരു നെയിമും അതുപോലെ തന്നെ ഒരു പ്രൈസ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റി എന്ന് ടൈപ്പ് ചെയ്തു. നെയിം, പ്രൈസ്, ക്വാണ്ടിറ്റി. അതിനുശേഷം ഇവിടെ നമ്മൾ എഴുതുന്നത് ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ബാഗിന് 250 രൂപ, അങ്ങനത്തെ 4 ബാഗ് വാങ്ങുന്നു. അതുപോലെ തന്നെ ബുക്കിന് 50 രൂപ, അങ്ങനത്തെ ഒരു 4 ബുക്ക് വാങ്ങുന്നു. അതുപോലെ തന്നെ ഫയലിന് 125 രൂപ, അങ്ങനത്തെ ഒരു 4 ഫയൽ വാങ്ങുന്നു. ഓക്കെ, നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. നമുക്കറിയാം ബാഗിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 250നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ = B2 × C2 എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വന്നു, 1000 എന്ന് വന്നു. താഴോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ നെറ്റ് എമൗണ്ട് കണ്ടുപിടിക്കാം. നെറ്റ് എമൗണ്ട് ഇതെല്ലാം കൂടി കൂട്ടുകയല്ലേ വേണ്ടേ. ഇവിടെ വെച്ചിട്ട് നമ്മൾ കീബോർഡിൽ Alt+ അമർത്തുക. അപ്പോൾ എക്സൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടേണ്ട നമ്പറുകളൊക്കെ സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ 1700 എന്ന് കിട്ടി. പക്ഷേ എനിക്ക് ഈ 1700 എന്ന് പറയുന്ന ഈ റിസൾട്ട് ഈ രീതിയിൽ വരണമെന്ന് വിചാരിക്കുക. 1700 ഇതേപോലെ വന്നാൽ പോരാ, ₹1700 ഒരു സ്ലാഷ് ഇട്ടിട്ട് ഒരു ഐഫൺ ഈ രീതിയിൽ വരണമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 1700 എന്ന് വന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കണ്ടോ, ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. =sum ബ്രാക്കറ്റിൽ D2:D4 എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ = കഴിഞ്ഞിട്ട് നമുക്ക് ഇതാണ് ആക്ച്വലി ഈ 1700 വരാനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു സൂത്രവാക്യം ഇതാണ്, സം ബ്രാക്കറ്റിൽ D2:D4. ഇതിൻ്റെ മുൻപിൽ നമുക്ക് വരേണ്ടത് റുപ്പീസ് എന്നല്ലേ. അപ്പോൾ = കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കുക, RS എന്ന് കൊടുക്കുക. അതിനുശേഷം ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, ആൻഡ്. കണ്ടോ, അപ്പോൾ ആദ്യം റുപ്പീസ് എന്ന് വരും, അതിൻ്റെ കൂടെ സം D2:D4, അതായത് ഇതെല്ലാം കൂടി കൂട്ടുകയാണ് ചെയ്യുന്നത്. D2 മുതൽ D4 വരെയുള്ളതിൻ്റെ സമ്മ് കാണുന്നു. അതിനുശേഷം വീണ്ടും ഒരു സ്പേസ് ഇട്ടിട്ട് ആൻഡ് കൊടുക്കുക. വീണ്ടും ഒരു ഡബിൾ കോട്ട്സിനകത്ത് സ്ലാഷ് ഐഫൺ ഇട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മൾ ഈ ഇക്വേഷനൊന്ന് മാറ്റി എഴുതണം. ഓക്കെ, അപ്പോൾ ആദ്യം റുപ്പീസ് എന്ന് വരും, അതിൻ്റെ കൂടെ സമ്മ് വരും, അതിൻ്റെ കൂടെ എന്ത് വരണം, സ്ലാഷ് ഒരു ഐഫണും വരണം. എൻ്റർ അടിച്ച് നോക്കിയാൽ കണ്ടോ ഈ രീതിയിലേക്ക് റിസൾട്ട് വരും. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ പ്രശ്നമായിട്ടല്ല, പ്രശ്നം എന്നാലും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 1700 എന്നുള്ളത് ഒരു നമ്പറല്ല, ഇതെന്തായി മാറി, ഇതൊരു സ്ട്രിങ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എനിക്ക് ഇതിൻ്റെ താഴെ എന്ത് ചെയ്യണം, ഒരു ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഇവിടെ ഒരു ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം. എത്രയാണ്, ഈ 1700ൻ്റെ ഒരു 10% ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ = D5 ആണല്ലോ 1700 ഉള്ളത്, × 10%. എന്തായിരിക്കും എൻ്റർ അടിച്ചാൽ വരിക, കണ്ടോ ഹാഷ് വാല്യൂ എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1700 എന്നുള്ളത് ഒരു നമ്പറല്ല, അതിനകത്ത് റുപ്പീസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റും ഒരു സ്ലാഷ് ഐഫണും ഒക്കെ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും, ഇതേ രീതിയിൽ എറർ വരാൻ സാധ്യതയുണ്ട്, ഹാഷ് വാല്യൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1700 എന്നുള്ളത് നമ്പറാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് 1700ൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചിഹ്നമൊക്കെ എക്സ്ട്രാ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് കാൽക്കുലേഷൻസ് നടത്താൻ സാധിക്കില്ല. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റുപ്പീസ് എന്നുള്ളതൊക്കെ എടുത്ത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഈ ആംബ്രസെൻറ്റ് സ്ലാഷ് ഐഫണൊക്കെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഓക്കെ ആവും. കണ്ടോ, 1700ൻ്റെ 10% 170 രൂപ. കണ്ടോ, കിട്ടിയില്ലേ. ഇപ്പോൾ ഇത് നമ്പറാണ്, ഈ 1700 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ എക്സ്ട്രാ ആംബ്രസെൻറ്റ് യൂസ് ചെയ്ത് എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫോർമാറ്റ് എന്തായി മാറും, അതൊരു ടെക്സ്റ്റായി മാറും. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് കാൽക്കുലേഷൻ നടത്താൻ സാധിക്കില്ല. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഇതാണ് നമുക്ക് ആംബ്രസെൻറ്റ് കൊണ്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സലിനകത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പലപ്പോഴും ആവശ്യം വരും. ഓക്കെ, മെയിനായിട്ട് നമുക്ക് എക്സ്ട്രാ റിസൾട്ടിൻ്റെ കൂടെ എന്തെങ്കിലും ടെക്സ്റ്റുകൾ ചേർക്കുക, 2 സെല്ലിനകത്ത് ഉള്ള വാല്യൂസ് നമ്മൾ ഒന്നിപ്പിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.